കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം നമ്മോടൊപ്പം ഉണ്ട്. വി ടി ബൽറാം, പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു. ഏതാനും മിനിറ്റുകളുടെ മാത്രം അകലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കരുണാകരൻ്റെ നേരത്തെ ജെയ്സൺ ജാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യായിരുന്നു, ശവകുടീരം ഉൾക്കൊള്ളുന്ന മുരളി മന്ദിരം പോലും ഇനിയിപ്പോൾ ഒരു ബി ജെ പി നേതാവിൻ്റെ കൈകളിലാണ്. ഇതിനകം തന്നെ ടി എൻ പ്രതാപനും ഡി സി പ്രസിഡന്റും അവിടെ എത്തി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്വാഭാവികമായി പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് ഇനിയുള്ള കാലം ഒരു ബി ജെ പിക്കാരുടെ കയ്യിലാണ് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ശ്രീ വി ടി ബൽറാം? ശ്രീ കെ മുരളീധരൻ തന്നെ അല്പം മുൻപ് പത്രമാധ്യമങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം ഉൾക്കൊള്ളുന്ന ഒരു മണ്ണ് അത് കണ്ണിക്കണ്ട സംഖ്യകൾ കയറിയിറങ്ങുന്ന സാഹചര്യം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന്. അപ്പോൾ അതിൽ കെ കരുണാകരന്റെ മകനും കെ കരുണാകരന്റെ കുടുംബത്തിനുമുള്ള യഥാർത്ഥത്തിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഞങ്ങളും ആ നിലയിലാണ് നോക്കിക്കാണുന്നത്. കാരണം കെ കരുണാകരൻ എന്ന് പറയുന്നത് എക്കാലത്തും കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മറ്റ് പാർട്ടികൾ രൂപീകരിച്ചപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞ രീതിയിലുള്ള വർഗീയ ശക്തികളുമായിട്ടോ ബി ജെ പിയുമായിട്ടോ അത്തരത്തിലുള്ള ആളുകളുമായിട്ടോ കൂട്ടുകൂടാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. പിന്നീട് ഒരു കാലത്ത് മാതൃ പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു യോജിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിന് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി തയ്യാറായി. അവസാന നിമിഷം അദ്ദേഹം മരിച്ചത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടാണ്, കോൺഗ്രസിന്റെ പതാക പൊതിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ നിലയിലുള്ള കോൺഗ്രസിന്റെ ആത്മാവായിട്ടുള്ള ഒരു വലിയ നേതാവിന്റെ സ്ഥാനമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലെക്കാലത്തും കെ കരുണാകരൻ ഉണ്ടാവുക. അപ്പോൾ ആ വീടോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള അവശേഷിപ്പുകളല്ലല്ലോ ഈ പറയുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാരുടെ മനസ്സിലാണല്ലോ കെ കരുണാകരന്റെ സ്ഥാനമുള്ളത്. അതെന്നും അതുപോലെ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ കെ മുരളീധരൻ ഞങ്ങളോടൊപ്പം ആ ഓർമ്മകളുടെ തുടർച്ചയുമായിട്ട് മുന്നോട്ട് വരും. അദ്ദേഹം തന്നെ പറഞ്ഞു. ഇവിടെ ശ്രീ വി ടി ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടാക്കാൻ പോകുന്ന ആഖ്യാനം എന്ന് പറയുന്നത്, നോക്കൂ, എ കെ ആന്റണിയുടെ മകൻ, കെ കരുണാകരൻ്റെ മകൾ, ഇവരെല്ലാം ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു. ജയിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും ഇനി നാളെ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ളതാണ്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ആ നിലയിലുള്ള പ്രചരണം വരുമ്പോൾ എങ്ങനെയാണ് ശ്രീ വി ടി ബൽറാം കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അതെ, ഈ LDF ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും ആഹ്ലാദമുള്ളത്. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫാഷിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള എല്ലാതരം ഭരണഘടനാ മര്യാദകളെയും ജനാധിപത്യ മര്യാദകളെയും ലംഘിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നതിനെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരേ ഒരു വിഭാഗം കേരളത്തിലെ CPM ആണ്. കാരണം അപ്പോഴും അവർക്ക് അതിനെ കോൺഗ്രസിന് അടിക്കാനുള്ള ഒരു വടിയായിട്ട് മാത്രമേ അവർ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തന്നെ പാർട്ടിയിൽ നിന്ന് എത്രയധികം ആളുകൾ പോയി. ആ ആളുകളൊന്നും അറിയപ്പെടുന്ന ആളുകളല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ചയാവുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ ഒരു കാലത്ത് 50% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ, കുത്തക സ്ഥലങ്ങളിൽ പോലും ഇന്ന് 5% പോലും വോട്ട് ഷെയർ അവർക്കില്ല എന്ന് പറയുമ്പോൾ ബാക്കി 45% ഒഴിച്ചു പോയത് ഇതേ ബി ജെ പിയിലേക്കാണ്. അപ്പൊ അതൊന്നും അവർ കാണില്ല. അവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ. അവർക്ക് അല്പമെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ. പക്ഷെ അത് കാണാതെ ഇപ്പോഴും കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് മാത്രമേ ഇവർ അത് കാണുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തിന്റെ ആ പാപ്പരത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയത്തെ സ്വാഭാവികമായി ശ്രീ വി ടി ബൽറാം, താങ്കൾക്കും കോൺഗ്രസ് പാർട്ടിക്കും വിമർശിക്കാം. പക്ഷേ നോക്കൂ, ഇവരൊക്കെ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? എ കെ ആന്റണിയുടെ മകൻ ഇന്ന് സ്ഥാനാർത്ഥിയാണ്. പത്മജ വേണുഗോപാൽ നാളെ തൃശ്ശൂരിൽ ഏറ്റവും വലിയ ക്യാമ്പയിനറായി സുരേഷ് ഗോപി, കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സുരേഷ് ഗോപി വന്ന് പെട്ടെന്ന് മത്സരിക്കുകയും അങ്ങനെ പല വോട്ടുകളും ചോർന്നു പോവുകയും ചെയ്തുകൊണ്ടാണ് പത്മജ തോറ്റത്. അതൊന്നും ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമായില്ല. പത്മജ വേണുഗോപാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കും. ചിലപ്പോൾ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകാനും മതി എന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. ഇതിനെ കോൺഗ്രസ് എങ്ങനെയാണ് പ്രതിരോധിക്കുക? എന്തുകൊണ്ട് ഇവരെ വിട്ടുപോകുന്നു എന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുക? അല്ലെ, പത്മജയെ കുറിച്ചുള്ള ഒരു വിശദീകരണമായിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം പത്മജയെ കുറിച്ച് കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട്, ഒരു 10-20 വർഷമായിട്ടെങ്കിലും അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അന്ന് തൊട്ട് നമ്മൾ കാണുന്നതാണല്ലോ. അവരേതെങ്കിലും ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയം പറഞ്ഞതായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴും പാർട്ടിയുടെ പല പദവികളിലും ഒക്കെ ഇരിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കാമ്പുള്ള ഒരു രാഷ്ട്രീയം പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല.
അവരെപ്പോഴും പറയാറുള്ളത് ഈ കുടുംബത്തെ കുറിച്ചും, കുടുംബത്തിന് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കരുണാകരന്റെ മകളാണ്, എനിക്ക് ആ പരിഗണന കിട്ടിയില്ല എന്നുള്ള പരാതി പറച്ചിലല്ലാതെ ഏതെങ്കിലും അവസരത്തിൽ കാമ്പുള്ള ഒരു രാഷ്ട്രീയം, ഇപ്പൊ വർഗീയതയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഈവൻ CPM-നെതിരെയോ അങ്ങനെ ഒരു കോൺഗ്രസ് പക്ഷത്ത് നിന്നുകൊണ്ടുള്ള കോൺഗ്രസിന്റെ അണികൾക്ക് ആവേശം പകരുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആശയം അവർ മുന്നോട്ട് വെച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയ ഉൾക്കാമ്പ് അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് അനിൽ ആന്റണിയുടെയും കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയമായ കോൺഗ്രസിനെ ഉൾക്കൊള്ളുന്ന ആളുകളായി ഇവർ മാറിയില്ല എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പരിമിതിയാണ്. കോൺഗ്രസ് അണികൾക്കിടയിൽ അവർക്കുള്ള സ്വീകാര്യത കുറവിനും കാരണം അത് തന്നെയാണ്. ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആ നിലയിൽ പ്രവർത്തകർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ അവരുടെ പരാതിയായിട്ട് അവർ പറഞ്ഞത്. 3-4 തവണ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ, 3 തവണ മത്സരിച്ചപ്പോൾ. അപ്പൊ ആ നിലയിൽ അവർക്ക് ഈ കോൺഗ്രസ് അണികളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയവും മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളത് കൂടിയായിരിക്കും. അപ്പൊ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അവർ ഏത് പാർട്ടിയിൽ പോയാലും ആ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ BJPക്കും VT ബൽറാം KPCC വൈസ് പ്രസിഡന്റ് സഹകരിച്ചതിന് നന്ദി. VT ബൽറാം. ലബി സജീന്ദ്രൻ തുടർന്നു.